ഹരി ഓം. എല്ലാവർക്കും നമ്മുടെ നാരായണീയ പാരായണ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേക ഒരു ദിവസമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ 100-ാമത്തെ ദശകം ഭഗവാന്റെ കേശാദിപാദം ആണ് ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ നമ്മുടെ ഇന്ദിരാദേവി അക്കയ്ക്കും പിന്നെ ഇതിൻ്റെ കൂടെ അക്കയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈശ്വരൻ്റെ ആശീർവാദം കൊണ്ട് നമുക്ക് ഇത്രയും നാള് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇതൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി. നമുക്ക് ഇനി ഇന്നത്തെ ധ്യാനത്തിലൂടെ തുടങ്ങാം. അതിനായി ഞാൻ സിന്ധു പ്രമോദൊക്കെ ക്ഷണിച്ചോളൂ. ഹരി പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപതയേ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘ പരിതപ്തജനായ യോഗാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീമഹാസരസ്വതീ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീനാഥ നാരായണ വാസുദേവ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഹരി ഓം. ഹരി ഓം അക്ക. ഇന്ന് ഇവിടെ ഗൈഡൻസ് ചെയ്യാൻ വന്നിരിക്കുന്നവർ 1 തൊട്ട് 5-ാമത്തെ ശ്ലോകം വരെ സുനിത അക്ക, 6 തൊട്ട് 9 വരെ ഗിരിജ അക്ക, 10, 11 ഇന്ദിര അക്ക. എക്സ്പ്ലനേഷൻ ചെയ്യുന്നവർ 1 തൊട്ട് 6 വരെ സിന്ധു അക്കയും 7 - 11 വരെ ജ്യോതി അക്കയും. ബാക്കപ്പില് ചാൻറ്റിങ്ങിനായി ഉഷാ മാധവൻ അക്ക, ഗൈഡൻസിനും എക്സ്പ്ലനേഷനുമായി ബാക്കപ്പിൽ സരോജിനി അക്ക. റിപ്പീറ്റേഷനായിട്ട് 11 പേര് എത്തിയിട്ടുണ്ട്. തിലകം അക്ക, ദേവകി അക്ക, ജയന്തൻ അണ്ണൻ, ഹരിദാസ് അണ്ണൻ, നിഷ അക്ക, സുനൈന അക്ക, ലത ദിവാകർ അക്ക, സോന അക്ക, വസുമതി അക്ക, ഓമനക്കുട്ടി അക്ക, ലതാ മോഹൻ അക്ക.
അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗൈഡൻസിനായിട്ട് സുനിതയൊക്കെ ക്ഷണിച്ചോളൂ. ഹരിയും. നാരായണീയം 100ാമത്തെ ദശകത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം, വളരെ വലിയൊരു അനുഗ്രഹത്താല് നമ്മൾ നാനാദേശത്തും കിടക്കുന്ന ഇത്രയും ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് ഒരു സൂത്രമണിഗണ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഒരു മാലയിലെ ഒരേ ചരടിലെ പല പല മുത്തുകളായി പോലെ ഓർത്തിണക്കി എടുത്ത് നമ്മളെ എല്ലാവരെയും ഇവിടെ ഒത്തുചേർത്ത് കൊണ്ടുവന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ്. എന്നാലും അതിനൊരു നിമിത്തമായത് ഇന്ദിരാക്ക തന്നെയാണ്. ഇന്ദിരാക്കയ്ക്ക് കോടി കോടി പ്രണാമം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. എത്ര പറഞ്ഞാലും മതിയാവില്ല. നാരായണീയം സാധാരണ തുടങ്ങി വെച്ചിട്ട് പലരും പകുതി വെച്ചിട്ടൊക്കെ നിർത്തിപ്പോവാറുണ്ട്. കൂടുതൽ പേര് 75% അങ്ങനെ തന്നെയാണ്. നമുക്ക് ഭഗവാൻ ആദ്യത്തെ ദശകം തൊട്ട് അവസാനം വരെ ഇന്ദിരാക്കയെ പോലെ ഒരു നല്ലൊരു യോഗിനി നമുക്ക് നേതൃത്വത്തിനായി തന്നുകൊണ്ട് ഇത് സാധ്യമാക്കി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. യോഗിനി ഏകാദശിയാണ്. ആ ഒരു ഏകാദശി ദിവസം തന്നെ നമുക്ക് ഈ 100ാം ദശകം ചൊല്ലാൻ ഭഗവാൻ വെച്ചിരുന്നു. അത് നമ്മുടെ എല്ലാവരുടെയും പുണ്യം. ഒപ്പം ഇന്ദിരാക്കയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷവുമാണ്. ഇന്ദിരാക്കയെ പോലെ ഒരു യോഗിനെ ഭൂമിയിലേക്ക് വിട്ട് നമ്മളെ എല്ലാവരെയും ഈ ത്രൈഗുണ്യ ഭിന്ന രൂപവും ഭിന്ന ദേശവും ഭിന്ന ഭാഷക്കാരും ഒക്കെ ആയി നമ്മളെ ഒന്നിച്ച് ചൊല്ലാൻ അനുവദിച്ച ഭഗവാനും എല്ലാ സമുദയങ്ങൾക്കും ഇന്ദിരാക്കയ്ക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇന്ദിരാക്ക ഇതിലൊരു യോഗിനി തന്നെയായിട്ട് നിൽക്കുകയാണ്. ഭഗവാൻ ഹരികൃഷ്ണ. ഭഗവാന്റെ കേശാദിപാതി വർണ്ണന നമുക്ക് ഇതിനൊരവസരം എനിക്ക് വളരെ വളരെ ഒരു വാക്കുമില്ല പറയാൻ. ഇങ്ങനെ അതിന്റെ ഒരു അംശമായി തീരാൻ എനിക്കൊരു അവസരം തന്ന സമിതിക്കും ഇന്ദിരാക്കയ്ക്കും എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ നാമത്തിൽ 100ാം ദശകം തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 100ാം ദശകം കേശാദിപാത വർണ്ണന. 1ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം ആദ്യം. അഗ്രേ പശ്യാമി തേജഃ നിബിഡ തര കളായ ആവലി ലോഭനീയം പീയൂഷ ആപ്ലാവിതഃ അഹം തദനു തദ് ഉദരേ ദിവ്യ കൈശോര വേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിത അംഗൈഃ ആവീതം നാരദ ആദ്യൈഃ വിലസത് ഉപനിഷത് സുന്ദരീ മണ്ഡലൈഃ ച. ശ്ലോകത്തിൽ അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകലായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം. പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ. കാരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗേ ആവീതം നാരദാദ്യൈർ വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈ ച. ആവീതം നാരദാദൈ വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം അഗ്രേ താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദ്യൈർവിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈ ച.
അഗ്രേ പശ്യാമി തേജോ നിബിഡതരകലായാവലീലോപനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗേ ആവീതം നാരദാദ്യൈ വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ചൈ. ശ്ലോകം 2 പദച്ഛേദം. നീലാഭം കുഞ്ചിത അഗ്രം ഘനം അമലതരം സംയതം ചാരു ഭംഗ്യാ രത്ന ഉത്തംസ അഭിരാമം വലയിതം ഉദയത് ചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാര സൃക് നിവിതം തവ പൃഥു കബലീ ഭാരം ആലോകയേ അഹം സ്നിഗ്ധ ശ്വേത ഊർധ്വപുണ്ഡ്രാം അപി ച സുലളിതാം ബാല ബാല ഇന്ദു വീഥി. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ. നീലാഭം കുഞ്ചിതാഗ്രം ഘനം അമലതരം സംയതം ചാരുഭംഗ്യാ. രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രികൈ പിഞ്ചജാലേ. രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ. മന്ദാരസ്രഗ്നിവിദം തവ പൃഥുഖബരീ ഭാരമാലോകയേഹം. മന്ദാരസംനിവീതം തവ പൃഥുകബരീ ഭാരമാലോകയേഹം. സ്നിഗ്ധസ്യേദൂർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ബാലബാലേന്ദുവീഥി. സ്നിഗ്ധസ്വേദോർധ്വപുണ്ഡ്രാം അപി ച സുലളിതാം ബാലബാലേന്ദുവീഥി. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ. രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലേ. മന്ദാരസ്രഗ്നിവിദം തവ പൃഥുഖബരീ ഭാരമാലോകയേഹം. സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ബാലബാലേന്ദുവീഥി. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ. രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ. മന്ദാരസംനിവീതം തവ പൃഥുകബരീ ഭാരം ആലോകയേഹം. സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാം അപി ച സുലളിതാം ബാലബാലേന്ദുവീഥി. ശ്ലോകം 3 പദച്ഛേദം. ഹൃദ്യം പൂർണ്ണ അനുകമ്പ അർണവ മൃദു ലഹരി ചഞ്ചല ഭ്രൂ വിലാസൈഃ ആനീല സ്നിഗ്ധ പശ്മാവലി പരിലസിതം നേത്ര യുഗ്മം വിഭോ തേ. സാന്ദ്ര ഛായം വിശാല അരുണ കമല ദള ആകാരം ആമുഗ്ധതാരം. കാരുണ്യ ആലോക ലീലാ ശിശിരത ഭുവനം ക്ഷിപ്യതാം മയി അനാഥേ. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈ. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈ. ആനീല സ്നിഗ്ധ പശ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ. ആനീലസ്നിഗ്ധ പശ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ. ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാദരാംഗ. സാന്ദ്രച്ചായ സാന്ദ്രച്ചായം നാലാമത്തെ
കമലദളാകാരമാമുഗ്ധതാരം സാന്ദ്രച്ഛായം വിശാലാരുണ കമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരദഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചലദ്ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭൂതി സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചലദ്ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രച്ഛായം വിശാലാരുണ കമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ശ്ലോകം 4 പദച്ഛേദം. ഉത്തുംഗ ഉല്ലാസി നാസം ഹരിമണി മുകുര പ്രോലസ ഗന്ധ പാളി വ്യാലോല കർണ പാശ അഞ്ചിത മകര മണി കുണ്ടല ദ്വന്ദ് ദീപ്രം ഉന്മീല ദന്ത പങ്ക്തി സ്ഫുര അരുണതര ഛായ ബിംബ അതര അന്തഃ പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രം ഉദ്ഭാസതാം മേ. ശ്ലോകം നോക്കാം. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുര പ്രോലസത് ഗന്ധപാളി ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുര പ്രോലസദ്ഗന്ധപാളി വ്യാലോലത് കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്ദീപ്രം വ്യാളോളക്കന്നപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്ദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാദരാന്ത ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രമുദ്ഭാസതാം മേ. പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രം ഉദ്ഭാസതാം മേ. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുര പ്രോലസദ്ഗന്ധപാളി വ്യാലോലത് കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്ദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാദരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രമുദ്ഭാസതാം മേ. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുര പ്രോലസദ്ഗന്ധപാളി വ്യാളോളത്കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്ദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരത അരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രം ഉദ്ഭാസതാം മേ. ശ്ലോകം 5 പദച്ഛേദം. ബാഹു ദ്വന്ദ്വേന രത്ന ഉജ്ജ്വല വലയ ഭൃദാ ശോണ പാണി പ്രവാളേന ഉപാപ്താ വേണു നാളീ പ്രസൃത നഖ മയൂഖ അങ്കുലി സംഗശാരാം കൃത്വാ വക്ത്ര അരവിന്ദേ സുമധുര വികസത് രാഗം ഉദ്ഭാവ്യ മാനൈഃ ശബ്ദ ബ്രഹ്മ അമൃതൈഃ ത്വം ശിശിരത ഭുവനൈഃ സിഞ്ച മേ കർണ വീഥി. ബാഹുദ്വന്ദ്വേന രത്നോജ്ജലവലയ ഭൃദാ ശോണ പാണി പ്രവാളേ ബാഹുദ്വന്ദ്വേന രത്നോ ജലവലയ ഭൃതാ ശോണപാണി പ്രവാളേ
ഉപാത്താം വേണുനാളി പ്രസിദ്ധ നഖമയൂഖാങ്കുലീ സംഘശാരാം നോഭാതാം വേണുനാളിം പ്രസിദ്ധനഖമയൂഖാങ്കുലീ സംഘശാരാം ത്വാ വക്ത്രാരവിന്ദേ സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈ കൃത്വാ വക്താരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരത ഭുവനൈ സിഞ്ച മേ കർണവീതിം ശബ്ദബ്രഹ്മാമൃതൈസ്വം ശിശിരിതഭുവനൈ സിഞ്ച മേ കർണവീതിം ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേ ഉപാത്താം വേണുനാളീം പ്രസിദ്ധനഖമയൂഖാങ്കുലീ സംഘശാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനസിഞ്ച മേ കർണവീഥിം ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേനോഭാതാം വേണുനാളീം പ്രസൃതനഖമയൂഖാങ്കുലീ സംഘശാരാം കൃത്വാ വക്താരവിന്ദേ സുമധുരവികസത് രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ച മേ കർണവീതിം. ഹരി. അടുത്തത് 6ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീദതി ഭിരതിഃ അരുണിതം കോമളം കണ്ഠദേശം വക്ഷഃ ശ്രീ വത്സരമ്യം തരളതര സമുദ്ദീപ്രഹാര പ്രദാനം നാനാവർണ്ണ പ്രസൂന ആവലി കിസലൈനീം വന്യമാലാം വിലോലത് ലോലംബാം ലംബമാനാം ഉരസി തവ തഥാ ഭാവയേ രത്നമാലാം. ശ്ലോകം പഠിക്കാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം उत्सर्पत् कौस्तुभश्रीततिभिररुणितं कोमलं कण्ठदेशम् വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രദാനം वक्षश्रीवत्सरम्यं तरलतरसमुद्दीप्रहारप्रदानम् നാനാവർണ്ണപ്രസൂനാവലിക്കിസലൈനീം വന്യമാലാം വിലോലത് नानावर्णप्रसूनावलिकिसलैनीं वन्यमानां विलोलन् ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. लोलम्बां लम्बमानामुरसि तव तथा भावये रत्नमालाम्. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രദാനം നാനാവർണ്ണപ്രസൂനാവലികിസലൈനീം വന്യമാലാം വിലോലത് ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. उत्सर्पत् कौस्तुभश्रीततिभिररुणितं कोमलं कण्ठदेशं वक्षश्रीवत्सरम्यं तरलतरसमुद्धिप्रहारप्रदानं नानावर्णप्रसूनावलिकिसलैनीं वन्यमालां विलोला लोलम्बां लम्बमानामुरसि तव तथा भावये रत्नमालाम्. അടുത്തത് 7ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. അംഗേ പഞ്ച അംഗ രാഗൈഹി അതിശയ വികസത് സൗരഭ ആകൃഷ്ടലോകം ലീന അനേക ത്രിലോകീ വിദതിം അപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ചക്ര അശ്മന്യസ്ത തപ്തഃ ഉജ്ജ്വല കനകനിഭം പീതചേലം ദധാനം ധ്യായാമഹ ദീപ്തരശ്മി
സ്ഫുടമണി രചനാ കിങ്കിണി മണ്ഡിതം ത്വാം. ശ്ലോകം പഠിക്കാം. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാ കൃഷ്ണലോകം. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാ കൃഷ്ണലോകം. ീനാനേകത്രിലോകീ വിദതിമഭിക്വിശാം ബിഭ്രദം മധ്യവല്ലീം. ലീനാനേകത്രിലോകീ വിദതമഭികൃശാം ബിഭ്രദം മധ്യവല്ലീം. ചക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം. ചക്രാസ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം. ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണി മണ്ഡിതം ത്വാം. ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാ കൃഷ്ണലോകം. ലീനാനേകത്രിലോകീ വിദതിമഭികൃശാം ബിഭ്രദം മധ്യവല്ലീം. ചക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം. ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണി മണ്ഡിതം ത്വാം. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാ കൃഷ്ണലോകം. ലീനാനേകത്രിലോകീ വിതതമഭികൃശാം ബിഭ്രദം മധ്യവല്ലീം. ശക്രാസ്മനസ്തപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം. ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം. അടുത്തതായി 8ാമത്തെ ശ്ലോകം പഠിക്കാം. പദച്ഛേദം നോക്കാം. ഊരു ചാരു തവ ഊരു ഘനം അസൃണ രുചൗ ചിത്തചോരൗ രമായാഹ. വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവം അനിശം ഉഭൗ പീതചേല ആവൃതാംഗൗ. നാനമ്രാണാം പുരസ്താദ് ന്യസന ധൃത സമസ്ത അർത്ഥപാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമ പൃഥുല മനോജ്ഞേ ച ജംഘേ നിഷേവേ. ശ്ലോകം പഠിക്കാം. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ. വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ. വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ. ആനമ്രാണാം പുരസ്താന്യസന ധൃത സമസ്താർത്ഥപാളി സമുദ്ഗ. ആനമ്രാണാം പുരസ്തന്യസനാധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛാം. സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുല മനോജ്ഞേ ച ജംഘേ നിഷേവേ. സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപ്രഥുല്യ മനോജ്ഞേ ച ജംഘനിഷേവേ. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ. വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ. ആനമ്രാണാം പുരസ്താന്യസന ധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുല മനോജ്ഞേ ച ജംഘേ നിഷേവേ. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ. വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ. ആനമ്രാണം പുരസ്താത് ന്യസന ധൃത സമസ്താർത്ഥ
പാലി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപ്രഥുല മനോജ്ഞേ ച ജംഗനിഷേവേ. അടുത്തത് 9ാമത്തെ ശ്ലോകം പഠിക്കാം. പദച്ഛേദം. മഞ്ജീരം മഞ്ജുനാദൈഹി ഇവ പദഭജനം ശ്രേയഃ ഇതി ആലബന്ധം. പാദ അഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനഃ മന്ദര ഉദ്ധാരകൂർമ്മം. ഉത്തുംഗ ആതാമ്ര രാജൻ നഖര ഹിമകര ജ്യോത്സ്നയാ ച ആശ്രിതാനാം സന്താപ ധ്വാന്തഹന്ത്രീം തദിം അനുകലയേ മംഗലാം അങ്കുലീനാം. മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം. മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം. പാദാഗ്രം ഭ്രാന്തിമഞ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം. പാദാഗ്രം ഭ്രാന്തിമഞ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം. ഉത്തുംഗാതാമ്രരാജൻ നഖര ഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം. ഉത്തുംഗാതാമ്രരാജൻ നഗര ഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം. സന്താപധ്വാന്തഹന്ത്രീം തദിമനുകലയേ മംഗലാം അങ്കുലീനാം. സന്താപദ്വാന്തഹന്ത്രിം തദിമനുകലയേ മംഗളാം അങ്കുലീനാം. മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം. പാദാഗ്രം ഭ്രാന്തിമഞ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം. ഉത്തുംഗാതാമ്രരാജൻ നഖര ഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തദിമനുകലയേ മംഗലാമങ്കുലീനാം. മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം. പാദാഗ്രാം ഭ്രാന്തിമഞ്ജത് പ്രണത ജനമനോ മന്ദരോദ്ധാരകൂർമ്മം. ഉത്തുംഗാതാമ്രരാജൻ നഗര ഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപദ്വാന്തഹന്ത്രിം തദിമനുകലയേ മംഗളാം അങ്കുലീനാം. ഹരിയോ. ശ്ലോകം 10 നമുക്ക് നോക്കാം. ആദ്യം പദച്ഛേദം നോക്കാം. യോഗീന്ദ്രാണാം ത്വദ് അംഗേഷ്ടു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യു തരു കിസലയം നാഥ തേ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മി. ഇനി നമുക്ക് ശ്ലോകം പഠിക്കാം. 10ാമത്തെ ശ്ലോകം പഠിക്കാം. യോഗീന്ദ്രാണം ത്വദംഗേഷ അധിക സുമധുരം മുക്തിഭാജാ നിവാസോ. യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാ നിവാസോ. ഭക്താനാം കാമവർഷദ്യു തരു കിസലയം നാഥതേ പാദമൂലം. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ. കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. യോഗീന്ദ്രാണം ത്വദംഗേഷ അധിക സുമധുരം മുക്തിഭാജാ നിവാസോ
ഭക്താനാം കാമവർഷദ്യു തരുകിസലയം നാഥാ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവശദ്യുതരികുസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. അജ്ഞാത്വാ തേ മഹത്വം യത് ഇഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ച ഏത് സഹസ്രോത്തരം അധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ദ്വേധ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യത വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഹി ഇദം ഇഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ഇത് നമുക്ക് ശ്ലോകം പഠിക്കാം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാഃ. സ്തോത്രം ചൈത സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന. ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന. സ്ഫീതം ലീലാവതാരൈർ ഇദമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. പീതം ലീലാവതാരൈർ ഇദമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ. സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈർ ഇദമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ. സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈർ ഇദമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരി ഓം. ഇനിയും അടുത്തത് എക്സ്പ്ലനേഷനായിട്ട് വേണ്ടി സിന്ധു ഒക്കെ ക്ഷണിച്ചോളൂ. ഹരി ഓം. ഹരി ഓം. നമ്മൾ ഇത്രയും കടന്ന് 100ാമത്തെ ദശകം എത്തിക്കഴിഞ്ഞു. ശ്ലോകത്തിലേക്ക് കടക്കാം. ഭാരതപ്പുഴയുടെ വടക്ക് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 3½ നാഴിക ദൂരത്തുള്ള ഉപരി നവഗ്രാമം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന മേൽപുത്തൂർ എന്നാണ് ശരിയായ ഇല്ലപ്പേര് എന്ന് എൻ്റെ ഈ ഗ്രന്ഥത്തിൽ കണ്ടു. അതൊന്നിവിടെ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പറഞ്ഞ് അത് മേൽപത്തൂർ ആയതായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ മേൽപുത്തൂരിന്റെ ഗുരുവായ അച്യുത പിഷാരടി, അദ്ദേഹം ഒരു നല്ല വൈദ്യനും ജ്യോത്സ്യനുമായിരുന്നു. ജന്മാന്തര പാപമാണ് തൻ്റെ വാതരോഗത്തിന്റെ കാരണം എന്ന് ജാതക പ്രശ്നാദികൾ വഴി അദ്ദേഹം അറിഞ്ഞു. തിലഹോമം, വേർപാട്, കർമ്മ വിപാക ദാനം മുതലായ പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ തനിക്ക് രോഗവിമുക്തി കിട്ടുമെന്ന് കണ്ടതുകൊണ്ട് അതിന് ശ്രമിച്ചു. അതായത് മന്ത്രരൂപേണ വാതരോഗം എന്ന പാപം അത്
ഗുരുവിൽ നിന്ന് ഉഴിഞ്ഞ് സ്വീകരിക്കുക. അതാണ് കർമ്മ വിഭാഗ ദാനം. അങ്ങനെ സ്വീകരിച്ച ഒരു ഉത്തമ ശിഷ്യനായിരുന്നു മേൽപുത്തൂർ. അങ്ങനെ വാതരോഗം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ മീൻ തൊട്ട് കൂട്ടുക എന്ന ഉപദേശത്തിലൂടെ ഭഗവാനെ ഭജിക്കാൻ പറഞ്ഞു. ഗുരുവായൂർ ഭജനം വാതരോഗം മാറാൻ നല്ലതാണെന്ന വിശ്വാസം അന്ന് പരക്കെ ഉണ്ടായിരുന്നു. പലർക്കും അത് അനുഭവവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പുതിയ കാവ്യരൂപം എന്ന ഭഗവാന്റെ സങ്കല്പം മേൽപ്പത്തൂരിലൂടെ വളരെ ശ്രേഷ്ഠമായ ഒരു ഭക്തി കാവ്യം നമുക്ക് ലഭിച്ചു എന്ന് പറയണം. ഇങ്ങനെ 99 ദിവസം 99 ദശകങ്ങൾ രചിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ആ മേൽപുത്തൂരിന്റെ മുന്നിൽ ഭഗവാൻ ദർശനം കൊടുക്കുന്നു എന്നതാണ് ഈ ദശകത്തിൽ പറയുന്നത്. മേൽപുത്തൂരിലൂടെ നമുക്ക് എല്ലാവർക്കും ആ ദിവ്യ ദർശനം ഈ ദശകത്തിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം ശ്രീകോവിലിനുള്ളിൽ അതിമഹത്തായ ഒരു നീല ജ്യോതിസ് പ്രത്യക്ഷപ്പെടുന്നു. അത് കണ്ടപ്പോൾ തന്നെ മേൽപുത്തൂർ അമൃതരസത്തിൽ ആറാടുന്നു എന്നാണ് പറയുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പ്രഭയുടെ മധ്യത്തിൽ കൗമാരപ്രായം കഴിഞ്ഞ് അതിമനോഹരമായ ഒരു വേണുഗോപാല രൂപം തെളിഞ്ഞു കണ്ടു. ഭഗവാന്റെ ചുറ്റിലും ആനന്ദത്തിൽ ആറാടിയ നാരദാദി മഹർഷിമാരെയും ഗോപസുന്ദരിമാരെയും കണ്ടു. ഇതായിരുന്നു മേൽപുത്തൂർ കണ്ട ദർശനം. ആദ്യത്തെ ശ്ലോകം. നിബിഡതരകളായ ആവലി ലോഭനീയം തേജഃ. നിബിഡതര ഇടതൂർന്നു നിൽക്കുന്ന കളായ ആവലി ലോഭനീയം തേജഃ. കായാമ്പൂ വർണ്ണത്തിന്റെ കൂട്ടം, അതിന് തുല്യമായ ഒരു പ്രകാശം ഇതാ അഗ്രേ പശ്യാമി, ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നു. അത് കണ്ടിട്ട് തന്നെ അഹം പീയൂഷ ആപ്ലാവിതഃ. ആപ്ലാവിതം എന്നാൽ സ്നാനം ചെയ്യുക എന്നർത്ഥം. ഞാൻ ഇതാ അമൃത സ്നാനം കഴിഞ്ഞ പോലെ അല്ലെങ്കിൽ അമൃത അഭിഷേകം അനുഭവിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നു. തദനു അതിനുശേഷം തത് ഉദരേ ആ തേജസ്സിന്റെ നടുവിൽ താരുണ്യ ആരംഭ രമ്യം യൗവനത്തിലേക്ക് തുടക്കം കുറിച്ച് മനോഹരമായ പരമസുഖ രസ ആസ്വാദ പരമാനന്ദമാകുന്ന രസം ആസ്വദിച്ച് രോമാഞ്ചിത അംഗൈഹി കോൾമയർ കൊള്ളുന്ന ശരീരമുള്ള നാരദാദ്യൈഹി നാരദാദി മുനിമാരും വിലസത് മിന്നിത്തിളങ്ങിക്കൊണ്ട് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്നാൽ വേദാന്തം എന്നാണ് പറയുന്നത്. ഇവിടെ ഉപനിഷത്ത് അതായത് അടുത്ത് വന്ന് നിൽക്കുന്ന, അതായത് ഗുരുവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ സേവിച്ച് ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു തത്വശാസ്ത്രമാണ് വേദാന്തം. അപ്പോ സമീപത്ത് ഉള്ളവരെന്നും വേദാന്തങ്ങൾ എന്നും രണ്ടർത്ഥം കുറിക്കുന്ന ഉപനിഷത്ത് എന്ന ശബ്ദം പ്രയോഗിച്ചത് ഗോപസുന്ദരിമാർ ഉപനിഷത്തുക്കൾ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന സുന്ദരീ മണ്ഡലൈഹി ഗോപസുന്ദരിമാർ അവരെല്ലാവരും ഭഗവാനെ നോക്കിക്കൊണ്ട് രോമാഞ്ചത്തോടെ നിൽക്കുന്നു. ആവീതം ദിവ്യ കൈശോരവേഷം, ഇവരാൽ ചുറ്റപ്പെട്ട ആ ദിവ്യ കൈശോരവേഷം അല്ലെങ്കിൽ കൗമാരവേഷം അഗ്രേ പശ്യാമി, ഞാനിതാ മുന്നിൽ കാണുന്നു ഭഗവാനെ. രണ്ടാമത്തെ ശ്ലോകം. നീലാഭം. ഇനി ഇവിടെ ഭഗവാന്റെ കേശാദിപാദം, കേശത്തിൽ തുടങ്ങി ഓരോന്നോരോന്നായി മേൽപത്തൂർ വർണ്ണിക്കുന്നു. നീലാഭം കുഞ്ചിതാഗ്രം, കറുത്ത് ഇരുണ്ടത്. നീല എന്നതുകൊണ്ട് ഇവിടെ കറുത്ത എന്നാണ് അർത്ഥം. കറുത്ത് ഇരുണ്ടതും അറ്റം ചുരുണ്ടതും കുഞ്ചിതാഗ്രം, ഘനം അമലതരം ഇടതൂർന്നതും ഒട്ടും അഴുക്കില്ലാത്തതുമായ ചാരുഭംഗ്യ മനോഹരമാം വണ്ണം സംയതം ശില്പഭംഗിയോടെ ഒതുക്കി കെട്ടിയിരിക്കുന്നു. രത്ന ഉത്തംസ അഭിരാമം, രത്നം പതിച്ച മനോഹരമായ കേശ അലങ്കാരത്തോടെ, അതായത് കിരീടം അണിഞ്ഞ് മുടിക്കെട്ടിനുള്ളിൽ കുത്തിവെച്ച മയിൽപീലിയെ പറ്റി പറയുന്നു. ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി വലയിതം, തെളിഞ്ഞ് മിന്നുന്ന കണ്ണുകളുള്ള മയിൽപീലികൾ, അതാണ് ഉദയചന്ദ്രകൈഹി. മുടിക്കെട്ടിനുള്ളിൽ നിരത്തി കുത്തിയിരിക്കുന്നു. അതിന്റെ ചുറ്റും മന്ദാര ശ്രംഗി വീതം, മന്ദാര പൂമാല ചുറ്റിക്കെട്ടിയിരിക്കുന്നു. തവ പൃഥു കബരീഭാരം, അങ്ങയുടെ വലിയ തിരുമുടിക്കെട്ട് അഹം ആലോകയെ, ഞാൻ കാണുന്നു ഭഗവാനെ. അപീച്ച എന്ന് തന്നെയല്ല, സ്നിഗ്ധ ശ്വേത ഊർധ്വ പുണ്ട്രാം,
നല്ല മിനുത്ത വെളുത്ത നിറത്തിലുള്ള ചന്ദനത്തിന്റെ ആ ഗോപിക്കുറി, സുലളിതാം അതിമനോഹരമായ ബാലേന്ദു വീതിയും പഞ്ചമി ചന്ദ്രന് തുല്യമായ തിരുനെറ്റിത്തടവും ഞാൻ കാണുന്നു. മൂന്നാമത്തെ ശ്ലോകം. ഭഗവാന്റെ തൃക്കണ്ണുകളെ വർണ്ണിച്ച് അവയുടെ കടാക്ഷം തന്നിൽ പതിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. പൂർണ്ണ അനുകമ്പ ആർണവം. ഭഗവാന്റെ കരുണ അല്ലെങ്കിൽ ദയ എന്ന് പറയുന്നത് ഒരു കടലാണ്. അതാണ് പൂർണ്ണ അനുകമ്പ ആർണവം, നിറഞ്ഞു തുളുമ്പുന്ന കാരുണ്യമാകുന്ന കടൽ. മൃദുലഹരി, ആ സമുദ്രത്തിലെ ചെറിയ തിരമാലകൾ പോലെ. ചഞ്ചല ഭ്രൂവിലാസൈഹി ഹൃദ്യം, ഇളകിക്കൊണ്ടിരിക്കുന്ന പുരികക്കൊടികളുടെ വിലാസങ്ങളാൽ മനോഹരമായതും. ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം. ഇവിടെയും നീല എന്നതുകൊണ്ട് കറുത്ത എന്നാണ് അർത്ഥം. കറുത്ത് മിനുത്ത മനോഹരമായ കൺപീലികൾ. സാന്ദ്രഛായം, കാന്തി മുറ്റി നിൽക്കുന്ന വിശാല അരുണ കമല ദള ആകാരം. വിശാലമായ അരുണകമലം, ചെന്താമരപ്പൂവിന്റെ ഇതളിന്റെ ആകൃതിയിൽ അത്രയും വിശാലമായ കണ്ണുകൾ. ആമുഗ്ധതാരം, അതിമനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങൾ പോലെയുള്ള കൃഷ്ണമണികളോട് കൂടിയ കണ്ണുകൾ. കാരുണ്യ ആലോക ലീലാ ശിശിരിത ഭുവനം, കാരുണ്യ കടാക്ഷ വീക്ഷണങ്ങളാൽ ഈ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്ന തേ നേത്രയുഗ്മം. ഭഗവാനെ, അങ്ങയുടെ ആ തൃക്കണ്ണുകൾ, അതിന്റെ ദൃഷ്ടി. വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, അനാഥേ മൈ ക്ഷിപ്യതാം, മറ്റൊരു നാഥനില്ലാത്ത എന്നിൽ, അതായത് രക്ഷിക്കാൻ ആരുമില്ലാത്ത എന്നിൽ പതിപ്പിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് നാലാമത്തെ ശ്ലോകം. വളരെ സുന്ദരമായ തിരുമുഖം, അതിൽ നാസിക, കവിൾ, പല്ലുകൾ, മന്ദസ്മിതം എന്നിവയെക്കുറിച്ച് പറയുന്നു. ഉത്തുംഗ ഉല്ലാസി നാസം, വളരെ ഉയർന്ന് ശോഭിക്കുന്ന മൂക്കോട് കൂടിയതും. അങ്ങനെയുള്ള മൂക്ക് നല്ല സൗന്ദര്യ ലക്ഷണം എന്നാണ് പറയുന്നത്. ഹരിമണി മുകുര പ്രോല്ലസത്, ഇന്ദ്രനീല കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്ന ഖണ്ഡപാളി, ആ കവിൾ തടങ്ങൾ. വ്യാലോലത് കർണ പാശ അഞ്ചിത, ഇളകിയാടുന്ന മനോഹരമായ കർണപാശം, ആ കുണ്ഡലങ്ങൾ. മകരമണി കുണ്ഡല ദ്വന്ദ്വ ദീപ്രം, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള 2 രത്നകുണ്ഡലങ്ങൾ പ്രകാശിക്കുന്നു. ഉന്മീലത് ദന്ത പങ്ക്തി, സൂക്ഷിച്ചു നോക്കിയാൽ ഭഗവാൻ ചെറുതായി ചിരിക്കുന്ന പോലെ തോന്നും. അതാണ് ഉന്മീലത്. അങ്ങനെ ചിരിക്കുമ്പോൾ കാണുന്ന പല്ലിന്റെ നിരകൾ, അതാണ് ഉന്മീലത് ദന്ത പങ്ക്തി. സ്ഫുരത് അരുണതരച്ഛായം, നല്ല തിളങ്ങുന്ന ഇളം ചുവപ്പ് നിറത്തിലുള്ള ബിംബ അധരം, തൊണ്ടിപ്പഴം പോലെ തുടുപ്പാർന്ന അധരങ്ങൾ. പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം, ഭഗവാൻ മന്ദഹസിക്കുന്നു എന്ന് തോന്നുന്ന പോലെ. അതാണ് പ്രീതി പ്രസ്യന്തി, കാണുന്നവരെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിക്കുന്ന ആ മധുരമായ മന്ദസ്മിതം. ഇങ്ങനെയുള്ള അങ്ങയുടെ ആ തിരുമുഖം, വക്രം, മേ ഉദ്ഭാസതാം, ഭഗവാനെ എന്നും ഇതുപോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഞ്ചാമത്തെ ശ്ലോകം. ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ വേണുഗോപാല രൂപമാണ് മേൽപുത്തൂർ ദർശിച്ചത്. അതുകൊണ്ട് തന്നെ ആ മുരളീഗാനം തന്നെയും ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രത്ന ഉജ്ജ്വല വലയഭൃത, ഓടക്കുഴൽ പിടിച്ച കൈകളെ കുറിച്ച് പറയുന്നു. രത്നങ്ങൾ പതിച്ച മിന്നിത്തിളങ്ങുന്ന വളകൾ ധരിച്ചതും. ശോണപാണി പ്രവാളേന, ഇളം ചുവപ്പു നിറമുള്ള തളിര് പോലെയുള്ള മിനുത്ത കൈകൾ. ബാഹു ദ്വന്ദ്വേന, ഇങ്ങനെയുള്ള ആ 2 കൈകളെ കൊണ്ട്. ഉപാത്താം, പിടിച്ചിരിക്കുന്ന. പ്രസൃത നഖ മയൂഖം, നഖങ്ങളുടെ കാന്തി അവിടെ വ്യാപിച്ചിരിക്കുന്നു. അങ്കുലീ സംഘശാരാം, ഇങ്ങനെയുള്ള വിരലുകൾ, അതിൻ്റെ സംഘശാരാം, ആ വിരലുകളുടെ സമ്പർക്കത്താൽ നാനാവർണ്ണങ്ങളോട് കൂടിയ വേണുനാളീം, ആ ഓടക്കുഴൽ. വക്ത്ര അരവിന്ദേ കൃത്വ, താമരപ്പൂ പോലുള്ള മുഖത്ത് ചേർത്ത് വെച്ചിട്ട്, അതായത് ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട്. സുമധുരം വികസത് രാഗം,
അതിമധുരമായിട്ടുള്ള വികസിക്കുന്ന, അതായത് പുതിയ പുതിയ രാഗങ്ങൾ ഉദ്ഭാവ്യമാനൈഹി, അങ്ങനെ പുതിയ പുതിയ ഈണങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശിശിരിത ഭുവനൈഹി, ഈ ഭുവനത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നവയുമായ ശബ്ദ ബ്രഹ്മാമൃതൈഹി, നാദബ്രഹ്മം തന്നെ ആയിരിക്കുന്ന ത്വം മേ കർണവീഥീം, അങ്ങ് എൻ്റെ ശ്രവണപുടത്തെ സിഞ്ച, തഴുകേണമേ അല്ലെങ്കിൽ കുളിർപ്പിക്കണമേ ഭഗവാനെ എന്ന് പറയുകയാണ്. 6ാമത്തെ ശ്ലോകം. ഇവിടെ ഭഗവാന്റെ തൃക്കഴുത്തും തിരുമാറും വർണ്ണിക്കുന്നു. ഉത്സർപ്പത് കൗസ്തുഭ ശ്രീ, മുകളിലേക്ക് ഉയർന്നു പറക്കുന്ന, അതായത് ഭഗവാന്റെ കണ്ഠത്തിൽ അണിഞ്ഞ കൗസ്തുഭമണിയുടെ തിളക്കം മുകളിലേക്ക് പ്രകാശിക്കുന്നു. അതിൻ്റെ തതിബിഹി, ആ കാന്തിയാൽ, അരുണിതം കോമളം കണ്ഠദേശം, ഇളം ചുവന്നതും മനോഹരവുമായ തൃക്കഴുത്തും, ശ്രീവത്സരമ്യം, ശ്രീവത്സം എന്ന മറുകുകൊണ്ട് മനോഹരമായ തരളതര സമുദ്ദീപ്ര, ഇളകിക്കളിക്കുന്നതും മിന്നിത്തിളങ്ങുന്നതുമായ ഹാര പ്രധാനം വക്ഷഹ, അനേകം മുത്തുമാലകൾ അണിഞ്ഞതുമായ ആ തിരുമാറ്, നാനാവർണ്ണ പ്രസൂന ആവലി കിസലയിനീം, പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല നിറത്തിലുള്ള പൂക്കളെ കൊണ്ട്, പൂക്കളുടെ കൂട്ടം കൊണ്ട്, ഒപ്പം തന്നെ തളിരുകളും കലർന്ന് ഉണ്ടാക്കിയ, അതായത് നല്ല സുഗന്ധമുള്ള പൂക്കളെ കൊണ്ട് ഉണ്ടാക്കിയ മാലയായത് കൊണ്ട് തന്നെ വിലോലത് ലോലംബാം, പാറിപ്പറക്കുന്ന വണ്ടുകളോട് കൂടിയതും ആയ തവ ഉരസി, അങ്ങയുടെ ആ മാറിൽ, ലംബമാനാം വന്യമാലാം, നീണ്ടു കിടക്കുന്ന ആ വനമാലയും, തഥാ രത്നമാലാം ഭാവയെ, അതുപോലെ തന്നെ ആ രത്നമാലയും ഞാനിതാ ധ്യാനിക്കുന്നു ഭഗവാനെ. അടുത്ത 5 ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ജ്യോതിയൊക്കെ പറയുന്നതായിരിക്കും. ഞാനിവിടെ ഉപസംഹരിക്കുന്നതിന് മുമ്പ് 2 നന്ദിവാക്ക് പറയാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും പവർഫുള്ളായ ഒരു ഗ്രൂപ്പ്, SPYSSന്റെ ശ്രീമൻ നാരായണീയ മഹായജ്ഞം എന്ന ഒരു മഹാസംരംഭം ഓൺലൈനിൽ സാധ്യമാണ് എന്ന് കാണിച്ചു തന്ന ഇന്ദിരാദേവി അക്കയ്ക്ക് അനേകം കോടി നമസ്കാരങ്ങൾ. ഇന്ദിരാക്കയുടെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വിജയകരമായി ഓരോ ദിവസവും 110 ദിവസം ആർക്കും ഒരു മുടക്കവുമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഭട്ടതിരി ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിച്ച പോലെ ഈ സംരംഭത്തിൽ ഭാഗമായ എല്ലാവരെയും, ചൊല്ലിയവരും കേട്ടവരും, പ്രത്യേകിച്ച് ഇന്ദിരാദേവി അക്കയെ ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ മഹായജ്ഞത്തിന്റെ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞു. ഒരു യോഗ്യതയും ഇല്ലാതെ ഞാൻ എങ്ങനെ ഈ നാരായണീയം പറഞ്ഞു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കാരണം ഞാൻ സംസ്കൃതം ഒന്നും പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നും അറിയില്ല. ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇല്ല എന്ന് തീർത്ത് തന്നെ പറയാൻ സാധിക്കും. നമ്മളെല്ലാവരും ചേർന്ന് പലതും പഠിക്കാനും കഴിഞ്ഞു. അതിന് ഓരോ യോഗബന്ധുക്കളോടും ഞാനും എൻ്റെ കുടുംബവും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാം ഭഗവാൻ സമർപ്പിക്കുന്നു. പിന്നെ മേൽപ്പത്തൂർ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ദ്വാദശി ദിനത്തിൽ സമർപ്പിച്ചു എന്നാണ് 100ാം ദശകം. നമ്മളും ഇവിടെ ഇന്ന് ദ്വാദശി, ഈ സമയം ഇപ്പോൾ ദ്വാദശിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ദ്വാദശി നാളിൽ സമർപ്പിക്കാൻ സാധിച്ചു. ഇതൊക്കെ കണ്ണന്റെ ഒരു അനുഗ്രഹം തന്നെയെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ നമ്മൾ നാരായണീയം എന്നുള്ള ഒരു മഹത് ഗ്രന്ഥത്തിന്റെ 100ാമത്തെ ദശകം എത്തി നിൽക്കുകയാണ്. ഇന്നത്തോടെ നാരായണീയം സമാപിക്കുകയാണ്. ഇവിടെ 6 ശ്ലോകങ്ങൾ വരെയുള്ള 100ാമത്തെ ദശകത്തിലെ 6 ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ കേട്ട് കഴിഞ്ഞു. 7ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്നറിയോ? ഭഗവാന്റെ അംഗങ്ങളെ കുറിച്ചിട്ടും അതുപോലെ അലങ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് നമ്മൾ അത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാലാണ് മേൽപ്പത്തൂരിന് കിട്ടിയ ആ ഒരു ദിവ്യ ദർശനം നമുക്കും സാധ്യമാവുള്ളൂ.
അതല്ലാന്നുണ്ടെങ്കിൽ മേൽപ്പത്തൂരിനെ കണ്ടു എന്ന് നമുക്ക് തോന്നുള്ളൂ. നമുക്ക് കണ്ടു എന്ന് തോന്നണമെങ്കിൽ എങ്ങനെ വേണം? ഇവിടെ നമ്മൾ ഭഗവാന്റെ ആ വർണ്ണന തരണ സമയത്ത് അത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കാണണം. നിങ്ങളെ ഭഗവാൻ അങ്ങനെ ആ വനമാലയൊക്കെ ഇട്ട് നിൽക്കുന്നത് വരെ നമ്മൾ കേട്ടു അല്ലേ. അപ്പോൾ ഇനി 7ാമത്തെ ശ്ലോകത്തിൽ പറയാണ് അങ്കേ പഞ്ചാംഗരാഗേ എന്നാണ് പറയുന്നത്. പഞ്ചാംഗരാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരീരത്തിൽ പഞ്ചാംഗരാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമം, അകില്, കസ്തൂരി, ഗോരോചനം, ഹരിചന്ദനം എന്നിവയെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു കുറിക്കൂട്ട്, ഒരു കളഭക്കൂട്ട് എവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്? ഭഗവാന്റെ അംഗങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സ്മെല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര മണമായിരുന്നു അതിനെന്നാണ് പറയുന്നത്. അതാണ് സൗരഭാകൃഷ്ടലോകം. അതിൻ്റെ ആ മണം കേട്ടിട്ടാണോ ആൾക്കാരിങ്ങനെ അവിടേക്ക് വരണത് എന്ന് നമുക്ക് തോന്നിപ്പോവുക? ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാനെ ഇത്രയും മണമുള്ള കുറിക്കൂട്ട് അങ്ങ് ധരിച്ചിരിക്കണത് എന്ന് ചോദിക്കുകയാണ് ആര് ചെയ്യണത്? മേൽപ്പത്തൂർ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പറയാണ് ലീനാനേക ത്രിലോകി വിദതീം അഭികൃഷാം മധുവല്ലിയും. അതുപോലെ ഭഗവാന്റെ അരയിൽ ഈ ത്രിലോകങ്ങൾ മുഴുവന് എവിടെയാണ് ഭഗവാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്? ഭഗവാന്റെ അരക്കെട്ടിലാണ്. അങ്ങനെയുള്ള അരക്കെട്ട് എന്തുമാത്രം ഒതുങ്ങിയതാണ് ഭഗവാനെ, എന്തൊരു ഭംഗിയാണ് ആ അരക്കെട്ട് കാണാനായിട്ട് എന്ന് പറയാണ്. അപ്പൊ ശരീരത്തിലെ മുഴുവനെ എന്തുണ്ട്? ഈ കുറുക്കൂട്ട ചേർത്തിട്ട് അത് ഭയങ്കരമായിട്ടുള്ള മണം ഇങ്ങനെ പരത്തിയും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഭഗവാന്റെ അരയെ വർണ്ണിക്കുകയാണ് ചെയ്യണത്. എത്ര ഒതുങ്ങിയിട്ടുള്ള അരയാണ് ഭഗവാനുള്ളത്. ഈ ത്രിലോകങ്ങളെ മുഴുവൻ അങ്ങ് അവിടെ ചേർത്ത് വെച്ചിട്ടും കൂടി അത്രയും ഭംഗിയുള്ള അടിത്തമുള്ള നല്ല ഒതുങ്ങിയിട്ടുള്ള അരക്കെട്ടാണല്ലോ ഭഗവാനുള്ളത് എന്ന് പറയാണ് ആര് ചെയ്യണത്? മേൽപ്പത്തൂർ ചെയ്യണത്. അതിനുശേഷം പറയാണ് മധ്യവല്ലിയും ബിഭ്രതിയും ശക്രാസ്മന്യസ്ത തപ്തോജന കനകനിഭം പീതചേലം ദധാതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മഞ്ഞപ്പട്ടില് എന്തുണ്ടെന്നാണ് പറയണത്? ഇന്ദ്രനീലക്കല്ല് പതിച്ചിട്ടുണ്ട്. അത്രയും ഒരു വില കൂടിയിട്ടുള്ള അത്രയും ഭംഗിയുള്ള ഒരു മഞ്ഞപ്പെട്ടാണ് ഭഗവാൻ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 7-14 ലോകത്തിനും അധിപനായിട്ടുള്ള ഭഗവാന് ഇന്ദ്രനീലക്കല്ല് ധരിച്ച പട്ട് ഉടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലേ? അപ്പോൾ അത്രയും ഭംഗിയുള്ള ആ ഇന്ദ്രനീലക്കല്ല് പതിച്ചിട്ടുള്ള ആ പട്ട ഭഗവാൻ ഉടുത്തിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ വേഷവിധാനം ഇതായിരുന്നു എന്ന് പറയാണ്, നമുക്ക് ധരിപ്പിക്കുകയാണ് ആര് ചെയ്യണത്? മേൽപ്പത്തൂർ ചെയ്യണത്. അതിനുശേഷം പറയാണ് ദീപ്തരശ്മി സ്ഫുടമണി ദർശന കിങ്കിണി മണ്ഡിതം ത്വാം ധ്യായാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറകതിരുകളോട് കൂടിയിട്ട് മിന്നിത്തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ച അരഞ്ഞാണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൂചി പോലെയുള്ളതായിരിക്കാം. കതിരുകളെന്ന് ഉദ്ദേശിക്കുന്നത് അതായിരിക്കാം. മിന്നിത്തിളങ്ങുന്ന അതിൽ ഒരുപാട് രത്നങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഈ അരയിൽ എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ, ഒരു ഓഢ്യാണം കാണാമല്ലോ. അപ്പം അങ്ങനെ മിന്നിത്തിളങ്ങണ ഒരു അരഞ്ഞാണം. ഇങ്ങനെയുള്ള നിന്തിരുവടിയെ ഞാനിതാ ധ്യാനിക്കണു. അപ്പോൾ ഈ മേൽപ്പത്തൂർ ഇങ്ങനെ വർണ്ണന പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊന്ന് ധ്യാനിച്ചു നോക്കൂ ആ രൂപം. നമ്മുടെ മനസ്സിലും ആ ഭഗവാൻ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ 7ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറയണത്. എന്തിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടത്? കളഭക്കൂട്ട്, മഞ്ഞപ്പട്ട്, കിങ്ങിണി എന്നിവയെ അണിഞ്ഞു നിൽക്കണ ആ ഭഗവാനെയാണ് 7ാമത്തെ ശ്ലോകം കൊണ്ട് മേൽപ്പത്തൂർ കാണിച്ചു തരുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഊരു ചാരു, അതായത് ചാരു മനോഹരമായ തടിച്ചവയും ഊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ചത്, ഘനമ സൃണ രുചൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്തു മിനുത്ത കാന്തിയാർന്നവ, അതായത് അത്രയും ഷൈനിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. രമയാ ചിത്തചോരു, അതായത് ശ്രീ ഭഗവതിയുടെ മനം കവർക്കണ തരത്തിലുള്ള തുടകളല്ലേ ഭഗവാന്റെ, അത്രയും ഭംഗിയുള്ള തുടകളല്ലേ ഭഗവാന്റെ ഭാര്യയാണല്ലോ ലക്ഷ്മി ദേവി എന്ന് പറയാണ്. എന്നിട്ട് നമ്മളോട് ഒരു എന്താ പറയുക, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അവിടെ പിന്നെ പറയാണ് വശ്യക്ഷോഭം വശങ്ക്യ ധ്രുവം അനിശം പീതചേല വ്യഥാംഗോ. അത് ശരി, ബാക്കി ലോകർക്കൊന്നും അത് കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ എപ്പോഴും മഞ്ഞപ്പട്ട് ധരിച്ചിട്ട് അതിനെ മറച്ചു വെച്ചിരിക്കണത് എന്ന് ചോദിക്കുകയാണ് ആര്? മേൽപ്പത്തൂര് ചെയ്യണത്. അത് ലക്ഷ്മി ദേവിക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ഭഗവാനെ? അതുകൊണ്ടാണോ മഞ്ഞപ്പട്ട് വെച്ചിട്ട് അത് മറച്ചു വെച്ചിരിക്കണത് എന്ന് ചോദിക്കുകയാണ് മേൽപ്പത്തൂര് ചെയ്യണത്. തവ ഉഭൗ ഊരു ആനമ്രാണാം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണോ അങ്ങനെ മുഴുവൻ മൂടി പൊതിച്ചിരിക്കണത് എന്ന്. പുരസ്ഥാന്യ സനധൃത സമസ്താർത്ഥപാളി സമുഗച്ഛായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ
കാലുകൾ എങ്ങനെയുള്ള കാലുകളാണെന്ന് പറയുന്നത് ഭക്തന്മാര് ആശ്രയിക്കാനായി ചെല്ലുന്നത് എവിടേക്കാണ്? ഭഗവാന്റെ കാലിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാന്റെ മുട്ടുകളിൽ ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകളിൽ മണിച്ചെപ്പുകൾ എന്താണ് അങ്ങനെ മണിച്ചെപ്പുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ മിന്നിത്തിളങ്ങുന്ന ഇരുകാൽമുട്ടുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാർ നമസ്കരിക്കാൻ ചെല്ലുന്ന സമയത്ത് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ആ മുട്ടിലുള്ള മണിച്ചെപ്പ് പോലെയുള്ള മുട്ടുകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ജാനുദ്വയം ച ഇരു കാൽമുട്ടുകളെയും പിന്നെ ക്രമ പൃഥുല മനോജ്ഞേ അതായത് ക്രമത്തിൽ മേലോട്ട് വണ്ണം കൂട്ടിയിട്ട് താഴെ നമ്മുടെ എല്ലാവരുടെയും കാലുകൾ അങ്ങനെയാണല്ലോ, താഴെ നിന്ന് ചെറുതായിട്ട് മുകളിലേക്ക് ഇങ്ങനെ വണ്ണം കൂട്ടിയിട്ട് അങ്ങനെയുള്ള കാലുകളെ ജംഗേച്ച നിഷേവേ ഇരു കണങ്കാലുകളെയും ഞാൻ വഴി പോലെ ഭജിക്കുന്നു എന്ന് പറയാണ് 8ാമത്തെ ശ്ലോകത്തിൽ. 9ാമത്തെ ശ്ലോകത്തിൽ പറയാണ് പദവചനം ഭഗവാന്റെ തൃപാദങ്ങളെ ഭജിക്കാനായിട്ട് ശ്രേയ ഇതി മഞ്ജുനാഥേ അതായത് ഭഗവാന്റെ തൃപാദങ്ങളെ സ്മരിക്കാനായി ആ കാലിൽ കിടക്കുന്ന ആ പാദസരങ്ങളുണ്ടല്ലോ, ആലബന്ധം ഇവ മഞ്ജീരം, ആ കാലിൽ കിടക്കുന്ന പാദസരങ്ങൾ ഇങ്ങനെ പറയാണ് ഇത്രയും നന്മയുള്ള ഒരു കാലുകളിലാണ് ഞങ്ങൾ കിടക്കണത് എന്നിങ്ങനെ പറയണ രീതിയിലാണ് ആ പാദസരങ്ങൾ കിടക്കണത് എന്നുള്ളത് പറയാണ്. കാൽച്ചിലമ്പ് ഭഗവാന്റെ കാൽച്ചിലമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പാദസരമില്ലേ, അതുപകരം ഭഗവാൻ കാൽച്ചിലമ്പാണ് ധരിക്കുന്നത്. പിന്നെ അതിനുശേഷം വർണ്ണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കാലിൻ്റെ പുറടിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ഭ്രാന്തിമജ്ജ പ്രണത ജന മനോ മന്ദരോ ധാരകൂർമ്മം. അതായത് മായിൽ മുങ്ങിക്കിടക്കണ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർക്ക് എന്ത് മാത്രമാണ് ഒരു ആശ്രയമുള്ളത്? ഭഗവാന്റെ ആ കാലടി മാത്രമാണ് ഒരു ആശ്രയമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ കാലിൻ്റെ പുറവടികളെയും ഞാൻ നമിക്കുന്നു. മന്ദരപർവ്വതത്തിനെ കടലിൻ്റെ അടിയിൽ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന ആമയുടെ ഇതുപോലെയുള്ള ആമയുടെ മുകൾ ഭാഗത്തിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കർവ്, അങ്ങനെയുള്ളൊരു പ്രകൃതമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഭഗവാനെ നമിക്കുന്നു. അതായത് നമ്മളുടെ മായകൾ ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയണത്? ഭഗവാന്റെ കാലിൽ മാത്രമാണ് ഒരു ആശ്രയം നമുക്ക് ഉള്ളത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പാദാഗ്രം എന്ന് പറയാം പുറഅടി. അതിനുശേഷം ഉത്തുംഗാതാമ്ര രാജൻ നഗര ഹിമകര ജ്യോത്സ്നയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടു ഇത്തിരി നിവർന്നിട്ട് തെല്ല് തുടുത്ത് മിന്നുന്ന നഖങ്ങളാകുന്ന ചന്ദ്രബിംബങ്ങളുടെ തൂനിലാവിൽ ആശ്രിതരുടെ ദുഃഖാന്തകാരത്തെ നശിപ്പിച്ചു കളയുന്ന മംഗളത്തെ നൽകുന്നതുമായ വിരലുകൾ അങ്കുലീനാം തതിംച അതായത് ഭഗവാന്റെ കാലിൻ്റെ നഖങ്ങളെയും അതുപോലെ തന്നെ വിരലുകളെയുമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ പറയണത്? ചന്ദ്രബിംബങ്ങളുടെ തൂനിലാവിനാൽ എന്താ ചെയ്യണത്? ആശ്രിതന്മാരുടെ ദുഃഖാന്തകാരത്തെ നശിപ്പിച്ചു കളയുന്നത്. അതായത് ഈ ചന്ദ്രന്റെ പ്രഭ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലെ? അതുപോലെ ഭഗവാന്റെ കാൽച്ചിലമ്പ്, പുറവടി, കാൽവിരലുകൾ വർണ്ണനയാണ് 9ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. 10ാമത്തെ ശ്ലോകത്തിൽ പറയാണ് യോഗീന്ദ്രാണ് മഹായോഗികൾക്ക് ത്വദംഗേഷു ഇന്ദുവടിയുടെ അവയവങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും അധിക സുമധുരം, ഏറ്റവും മധുരമായിട്ടുള്ളത് എന്താന്നാ പറയണെന്ന്? മുക്തിഭാജം നിവാസം, മോക്ഷം പ്രാപിച്ചവരുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം ഭഗവാന്റെ ഏതായിരുന്നു എന്നാ പറയണത്? പുറടി കാലായിരുന്നു. ആ കാലിനെ തന്നെ പിന്നെയും എടുത്തു പറയാണ്. ഭക്താനാം കാമവർഷ ദ്യുതരു കിസലം തേ പാദമൂലം നിത്യം മേ ചിത്തസ്ഥിതം. ഭക്തന്മാർക്ക് സകലാഭിഷ്ടങ്ങളും കോരിച്ചൊരിയുന്ന ഭഗവാന്റെ ആ പാദ അരവിന്ദങ്ങളിൽ നന്ദരുടെ ഉള്ളൻകാലിൽ നിന്ന് എന്നും എൻ്റെ മനസ്സിനെ മാറ്റരുതേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുകയാണ് 10ാമത്തെ ശ്ലോകത്തിൽ ചെയ്യണത്. നാഥ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധു, അതിനുള്ള ഒരു മഹാഭാഗ്യം, ഭഗവാന്റെ കാലിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള ഒരു മഹാഭാഗ്യം, ആ കാലിനെ സ്മരിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് തരണേ. വിശേഷ താപാൻ ഹൃത്വാ പരമാനന്ദ സന്തോഹ ലക്ഷ്മീ
പ്രതിശതു എന്ന് പറയുന്നുണ്ടെങ്കിൽ പരമാനന്ദ പ്രവാഹത്തിന്റെ സമൃദ്ധിയെ വഴി പോലെ നൽകുമാറാകണേ എന്ന ഭഗവാന്റെ ആ എൻ്റെ എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ചിട്ട് എനിക്ക് എല്ലാ തരത്തിലുള്ള സുഖങ്ങളും തരണേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് 10ാമത്തെ ശ്ലോകം. 11ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഭഗവാനോട് പറയാണ്, അജ്ഞാത്വാധേ മഹത്വം ജതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേത. ഭഗവാനെ, അജ്ഞത കൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. 11ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അജ്ഞാത്വാധേ മഹത്വം വിശ്വനാഥ. ഭഗവാനെ, എല്ലാ ലോകത്തിനും അദ്ഭനായ ഭഗവാനെ, തേ മഹത്വം നിന്തിരുവയുടെ മഹാത്മ്യം അജ്ഞാത്വാ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നോക്കൂ, ഇത്രയും വിദ്വാനായിട്ടുള്ള സംസ്കൃത പണ്ഡിതനാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞിട്ടാണ്, ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ പറഞ്ഞിട്ടാണ് ഓരോ ശ്ലോകങ്ങളും എഴുതിയിരിക്കുന്നത്. എന്നിട്ടും പറയാണ്, എൻ്റെ അജ്ഞത കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത് എന്ന് അറിയില്ല എന്ന്. ആ വിനയഭാവം ഇത് തന്നെയല്ലേ എല്ലാവരുടെ കയ്യിൽ നിന്നും ഗുരുവായൂരപ്പൻ ആഗ്രഹിക്കണതും അല്ലേ? നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ വലുതായാലും ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ഞാൻ എന്ന ഭാവം മാത്രം കാണിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ അംഗീകരിക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് 99 ദശകം കഴിഞ്ഞ 100ാമത്തെ ദശകത്തിൽ ആ ഭഗവാൻ തന്നെ ആരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്? മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ മുമ്പിൽ പെട്ടിരിക്കുകയാണ്. കാരണം ആ ഞാൻ എന്ന അഹംഭാവം അവിടെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ സമ്പത്തുണ്ടെങ്കിലും എന്തൊക്കെ വിദ്യ ഉണ്ടെന്നുണ്ടെങ്കിലും രോഗബാധിതനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമാണ് ആശ്രയമുള്ളൂ എന്നുള്ളത് ആർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു? മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. കാരണം ഇത്രയും നല്ല ഒരു ഗ്രന്ഥം ഇന്ന് ഈ കലികാലത്ത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വായിക്കാനായിട്ട് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗുരുവായൂരപ്പൻ അല്ലാതെ വേറെ ആരാ അത് സാധിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ പറയാണ്, എല്ലാത്തിനും അധിപനായിട്ടുള്ള ഭഗവാനെ, എൻ്റെ അജ്ഞത കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കണേ എന്ന് പറയാണ്. ക്ഷമേധ സഹസ്രോത്തരം ഏതത് സ്തോത്രം. ഞാൻ 1000-ൽ പരം സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഈ ശ്ലോകങ്ങൾ 1000-ൽ പരമുണ്ട്. 1000-ൽ പരം ശ്ലോകങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയാതെ ചെയ്തതാണേ, അതിന് എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ദ്വേദാ നാരായണീയം ശ്രുതിശുച്ച ജനുഷ സ്തുത്യഥാ വർണ്ണനേന. അതായത് പറയണത് എന്താണെന്നറിയോ? ദ്വേദ എന്ന് പറയണത് നാരായണം നരത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് നാരായണ സ്വാമിക്ക് ആ പേര് വന്നത്. അപ്പോൾ ഇത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണ ഭട്ടതിരിപ്പാടാണെന്നോ. അപ്പോൾ നാരായണന് വേണ്ടി നാരായണൻ എഴുതിയ കൃതിയാണ് എന്ത്? നാരായണീയം. അപ്പോൾ ഇതിന് നാരായണീയം എന്ന് അങ്ങനെ പേര് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ നാരായണീയം എന്താണെന്നാ പറയണത്? ശ്രുതിഷു ജനുഷ, വേദങ്ങളിൽ ജനസ്സുകൊണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഭഗവാന്റെ കഥകൾ സ്മരിക്കുക, കഥകളിലൂടെ സത്സംഗങ്ങൾ, നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ട്, അവരുടെ നല്ല വാക്കുകൾ കേട്ടിട്ട് ഭഗവാന്റെ ആ കഥകൾ വർണ്ണിച്ചിട്ട് ആ കഥകളെ കേട്ടിട്ട് വേണം ഭഗവാനിൽ ആ സ്മരണ നടത്താനായിട്ട് എന്നുള്ളത് എന്ത് പറഞ്ഞിട്ടുണ്ടെന്നാ പറയണത്? വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭഗവാനെ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കണത്. അപ്പോൾ ആ അവതാര ലീലകൾ എന്താണ്? പരിപുഷ്ടമാക്കപ്പെട്ടതുമായ ഈ സ്തോത്രം ഇത് വായിക്കണ ആൾക്കാർക്ക്, ഇത് കേൾക്കണ ആൾക്കാർക്ക് ഒരു റിക്വസ്റ്റ് പോലെ ഭഗവാനോട് പറയാണ്, എന്താണ് വേണ്ടത്? ഇഹ ആയുരാരോഗ്യ സൗഖ്യം കുറൂത്താം. ഭഗവാനെ, ഇത് വായിക്കണ ആൾക്കാർക്ക്, ഇത് കേൾക്കണ ആൾക്കാർക്ക് എല്ലാവർക്കും ഭഗവാനെ ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണേ. അല്ലാതെ ഒരുപാട് കാശ് കൊടുക്കണേ അല്ലെങ്കിൽ കുറേ പണക്കാരനാക്കണേ അങ്ങനെയൊന്നുമല്ല അവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കണത്. ആയുരാരോഗ്യ സൗഖ്യം. നമുക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആയുസ് വേണം, ആരോഗ്യം വേണം അല്ലേ? അതില്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതിന് ഏറ്റവും ഇത് രണ്ടും കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ 100 ദശകങ്ങൾ എഴുതിയിട്ട് ആർക്ക് സമർപ്പിക്കുകയാണ്? സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ്. നമുക്ക് മനസ്സുകൊണ്ട് സമർപ്പിക്കാം സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്. ഇന്ന് യോഗിനി ഏകാദശിയാണ്. യോഗിനി ഏകാദശിയുടെ കഥ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? യോഗിനി ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരൻ്റെ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അപ്പോൾ ആ ഭൃത്യന്
എന്താണ് കുബേരനെ എന്നും പൂജിക്കാനുള്ള പൂ കൊണ്ടുകൊടുക്കണ പണിയായിരുന്നു. അപ്പോൾ പൂ കൊണ്ടുകൊടുക്കണ സമയത്ത് ഒരു ദിവസം ഭാര്യയുടെ ഒപ്പം ഇരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ പൂ കൊണ്ടുകൊടുത്തില്ല. കുബേരനെ ദേഷ്യം വന്നു, ആ ഭൃത്യനെ ശപിച്ചു എന്നാണ് പറയണത്. കുഷ്ഠരോഗിയായിട്ട് മാറിപ്പോട്ടെ, കുഷ്ഠരോഗിയായി പോട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അതിന് എന്താണ് ഉണ്ടായത്? അതിന് ശാപമോക്ഷമായിട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഈ യോഗിനി ഏകാദശി നോറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ശാപമോക്ഷം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കുബേരൻ്റെ ഭൃത്യൻ യോഗിനി ഏകാദശി നോറ്റിട്ട് കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തനായി എന്നുള്ളതാണ് കഥ. അപ്പം നോക്കൂ, അത് ഭഗവാന് ഇന്നിപ്പോൾ ഈ ഏകാദശി കഴിഞ്ഞു, ഇപ്പോൾ ദ്വാദശി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമുക്ക് നാരായണീയം സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെയും പറയുന്നത് ആയുരാരോഗ്യ സൗഖ്യം തന്നെയാണ് അല്ലേ. കുബേരൻ്റെ ഭൃത്യന് കിട്ടിയതും എന്താണ്? ആയുരാരോഗ്യ സൗഖ്യം തന്നെയാണ് കിട്ടിയത് അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ദിവസം നമുക്കത് സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതും അതും ഭഗവാന്റെ ഇച്ഛ മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ദിരാക്ക പോലെയുള്ള ഇന്ദിരാക്കയ്ക്ക് എനിക്ക് ഇന്ദിരാക്കയോട് തോന്നുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് എന്താണെന്ന് അറിയോ? നാരായണീയം എന്നുള്ള ഒരു ഗ്രന്ഥത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ഓൺലൈനിൽ ഇതിനെക്കുറിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്തിട്ട് SPYSS പോലെയുള്ള ഇത്രയും നല്ല സംഘടനകളാണ് നമ്മളെല്ലാവരെയും കൂട്ടിയിണക്കണത്. ഇങ്ങനെ ഒരു സംഘടന ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കൂടിച്ചേരാനായിട്ടോ ഇങ്ങനെയുള്ള മഹത് ഗ്രന്ഥങ്ങളുടെ പാരായണത്തിന് ഒന്നിനും സാധിക്കില്ല. അതുപോലെ തന്നെ ഇന്ദിരാക്ക, ഗോപണ്ണൻ ഇങ്ങനെയുള്ള ആൾക്കാർ വലിയ അവരുടെ എല്ലാം നേതൃത്വത്തിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേഷന് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഇത് ചോദിച്ച സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം നാരായണീയം എന്നുള്ള ഒരു ഗ്രന്ഥം അറിയാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഇനി ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോണത് എന്നുള്ളത് ഒരു മനസ്സിന് ഒരു പേടി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഭാഗവതം പഠിപ്പിച്ചു തരുന്ന ആചാര്യൻ പറഞ്ഞു, അത് ഭഗവാനായിട്ട് തോന്നിപ്പിക്കുന്നതാണ് അവരെ. അപ്പോൾ ജ്യോതിക്ക് ഇത് വ്യാഖ്യാനം അറിയാലോ, അപ്പോൾ വ്യാഖ്യാനം നന്നായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ 100 അധ്യായങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളത് മഹാഭാഗ്യമാണ്. ഭാഗവതം കഥകൾ അറിയുന്നതുകൊണ്ട് വ്യാഖ്യാനം എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പക്ഷേ ഈ 100 അധ്യായങ്ങളും ഒരുപോലെ പഠിക്കാൻ പറ്റി എന്നുള്ളത് മഹാഭാഗ്യമായിട്ട് തരുന്നു. ഇത് ഇന്ദിരാക്കയ്ക്ക് ഒരുപാട് നന്ദി. ഇന്ദിരാക്ക ഇതിലൊന്നും ഇന്ദിരാക്കയുടെ അവസാനിക്കണില്ല കേട്ടോ. ഭഗവാൻ നാരായണീയത്തിൻ്റെ ഒരു തലപ്പത്ത് ഇന്ദിരാക്കനെ കൊടുന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇത് ഒരുപാട് പേർക്ക് പ്രചരിപ്പിക്കാനുള്ള മഹാഭാഗ്യം ഭഗവാൻ കരുതിയിട്ടുണ്ടാവും. അതല്ലാതെ അങ്ങനെ ഒരു സ്ഥാനം അവിടെ ഭഗവാൻ തരില്ല. അപ്പോൾ അതിനൊക്കെയുള്ള എല്ലാ മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്കും നമ്മളുടെ തലമുറകൾക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലാസ്റ്റിലത്തെ ആ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥാക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യഥാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈ രിതമിഹ കുരുദാ മായുരാരോഗ്യസൗഖ്യം. സ്ഫീതം ലീലാവതാരേ രിതമിഹ കുരുദാ മായുരാരോഗ്യസൗഖ്യം. കുരുദാ ആയുരാരോഗ്യസൗഖ്യം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. നാരായണീയം ഒരിക്കലും അവസാനിക്കണില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നാരായണീയത്തിലത്തെ ഏറ്റവും ആദ്യത്തെ ആ ഒരു ശ്ലോകം കൂടി ചൊല്ലിയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഈ സായം സന്ധ്യ ഇവിടെ അവസാനിപ്പിക്കാം, ഭഗവാന് സമർപ്പണം ചെയ്തിട്ട്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഹന്തഭാഗ്യം ജനാനാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.
സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. ഇനിയും EV നാരായണനെ നന്ദി രേഖപ്പെടുത്താൻ ക്ഷണിച്ചോളൂ. ഹരി ഓം. ഹരി ഓം അണ്ണ. വളരെ മനോഹരമായ ഭക്തി നിർഭരമായ ഒരു സന്ധ്യയാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇത്രയും മനോഹരമായ ഒരു പരിപാടിക്ക് യോഗ്യമായ ഒരു നന്ദി പ്രകടനം നടത്താൻ പറ്റുമോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം ഇത് വളരെ ശാസ്ത്രീയമായി വളരെ ചിട്ടവട്ടത്തോടു കൂടി 3 ഘട്ടമായിട്ടാണ് ഇന്നത്തെ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണീയത്തിന്റെ 100-ാം ദശകത്തിന്റെ 11 ശ്ലോകങ്ങളുടെ അവതരണം നടത്തിയിരിക്കുന്നത് വളരെ ചിട്ടയോടു കൂടിയാണ്. അതിൽ ആദ്യമായിട്ട് ഇതിന്റെ പദവിച്ഛേദം നടത്തി, ശ്ലോകങ്ങളുടെ പദവിച്ഛേദം നടത്തി അതിനെ ഭംഗിയായി പാടി കേൾപ്പിച്ച് നേതൃത്വം നൽകിയ സുനിത അക്കയ്ക്കും ഗിരിജ അക്കയ്ക്കും ഇന്ദിര അക്കയ്ക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ ഇതിന് ധ്യാന ശ്ലോകം ചൊല്ലി ഈ പരിപാടി തുടക്കം കുറിച്ച സിന്ധു അക്കയ്ക്കും ഇതിന് കാരണഭൂതനായ ഗോപകുമാർ അണ്ണനും ഞാൻ നന്ദി പറയാൻ എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ 11 ശ്ലോകങ്ങൾ ഏറ്റു ചൊല്ലിയ മനോഹരമായി നേതൃത്വം നൽകിയവർക്ക് കിടപിടിക്കത്തക്ക രീതിയിൽ തന്നെ ശുഷ്കാന്തിയോടും കൂടി അർപ്പണബോധത്തോടും കൂടി പാടിച്ചൊല്ലിയ തിലകം അക്കയ്ക്കും ദേവകി അക്കയ്ക്കും ജയന്തൻ അണ്ണനും ഹരിദാസ് അണ്ണനും നിഷ അക്കയ്ക്കും സുനയന അക്കയ്ക്കും ലതാ ദിവാകർ അണ്ണൻ അക്കയ്ക്കും സോന അക്കയ്ക്കും വസുമതി അക്കയ്ക്കും ഓമനക്കുട്ടി അക്കയ്ക്കും ലതാ മോഹൻ അക്കയ്ക്കും ഞാൻ എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി പറയുന്നു. 3-ാം ഘട്ടമായിട്ട് വളരെ വളരെ മനോഹരമായിട്ട് എനിക്ക് അധികം വളരെ ഇംപ്രസീവായിട്ട് തോന്നിയത് സിന്ധു അക്കയുടെയും ജ്യോതി അക്കയുടെയും പ്രസന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വ്യാഖ്യാനമായിരുന്നു. സിന്ധു അക്കയുടെ ആ വ്യാഖ്യാനം കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത് പോലെ തോന്നി. അത്രയും മനോഹരമായിരുന്നു സിന്ധു അക്കയുടെ വ്യാഖ്യാനം. സിന്ധു അക്കയ്ക്ക് പ്രത്യേകിച്ചായിട്ട് ഞാൻ എൻ്റെ പേരിൽ നന്ദി പറയുന്നു, സമിതിയുടെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജ്യോതി അക്കയുടെ പ്രസന്റേഷൻ അവതരണം ഒരു ഭക്തി നിർഭരമായ ഒരു അമ്പലത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പ്രസന്റ് ചെയ്യാനുള്ള ജ്യോതി അക്കയുടെ ഒരു കഴിവ് പ്രത്യേകമാണ്. നമ്മൾ നേരത്തെ അത് ശ്രദ്ധിച്ചതാണ്. അപ്പൊ അങ്ങനെ അത് പ്രസന്റ് ചെയ്ത ജ്യോതി അക്കയ്ക്ക് ഞാൻ സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. പിന്നെ ഇത് കൂടാതെ ഇംഗ്ലീഷിൽ ഒരു പേര് കേട്ട ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ദാറ്റ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പാടി കേട്ടതിനേക്കാൾ മനോഹരമാണ് പാടി കേൾക്കാൻ പോകുന്ന ഗാനങ്ങൾ എന്ന്. അതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഇത് പ്രസന്റ് ചെയ്തിരുന്നപ്പോൾ ഇതിന്റെ ബാക്കപ്പ് ആയിട്ട് ഇതിനേക്കാളും സമർത്ഥരായ കുറച്ച് പേരുണ്ട് ഇവിടെ. ഉഷാ മാധവനൊക്കെയും അതുപോലെ തന്നെ സരോജിനി അക്കയും ഇതിന്റെ ഒരു നട്ടെല്ല് പോലെ പ്രവർത്തിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ അവർക്ക് ആവശ്യം വേണ്ടി വന്നിട്ടില്ല. എങ്കിലും അവർക്ക് അത്രയും കഴിവുള്ള 2 കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരോട് നന്ദി പറയാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ഇതിനെ പലർക്കും ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് തീരാ നഷ്ടമാണ്. ഇന്നത്തെ ഈ പരിപാടി കേൾക്കാനും ആസ്വദിക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ അത് തീരാ നഷ്ടമാണ്. പക്ഷെ സുനയനൊക്കെ ഉള്ളിടത്തോളം നമുക്ക് ഇതിന്റെ എപ്പോഴും ഇതിന്റെ റെക്കോർഡിങ് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാറുണ്ട്. അതുകൊണ്ട് സുനയനൊക്കെ പ്രത്യേകിച്ചിട്ട് ഞാൻ നന്ദി പറയുന്നു, സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും. പിന്നെ ഇന്ന് ഇത്രയും പ്രഗത്ഭമായ ഒരു സദസ്സ്, കാരണം ഇത് ഓൺലൈനിലാണ് നടക്കുന്നത്, അതെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട്. ആ ശ്രോതാക്കൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവരിൽ ഓരോരോ ആളോടും ഞാൻ എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി പ്രകടിപ്പിക്കുന്നു. പിന്നെ ഇതിന്റെ പുറകിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പണിയെടുത്ത് എത്രയോ ആൾക്കാരുണ്ടാകും. അതിപ്പോ ഞാൻ ഓരോരാളുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇത് ചൊല്ലിയവരും ചൊല്ലാൻ തയ്യാറായവരും ഇന്ദിരാദേവിക്കൊക്കെ അറിയാം എത്ര പേര് ഇതിന്റെ പുറകെ പാടിയിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം 100 ദശകങ്ങളാണ് നമ്മൾ ഇന്ന് തീർക്കാൻ പോകുന്നത്. അപ്പോഴേ അതിന്റെ പുറകിൽ എത്രയോ പേര് ഇവിടെ വന്നവരും വരാത്തവരുമായിട്ട്
പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതിന് സഹകരിച്ച എത്രയോ ആൾക്കാരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ ഇതിനെ മുമ്പിൽ നിന്ന് നയിച്ച ഒരാളുണ്ട്, ഇന്ദിരാദേവി അക്ക. ഇന്ദിരാദേവി അക്കയ്ക്ക് എത്ര നമസ്കാരം പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം മുമ്പിൽ നിന്ന് ഇത്രയും വലിയ ഒരു ടീമിനെ നയിക്കുക, 100 ശ്ലോകങ്ങൾ ചൊല്ലാൻ എത്ര ആൾക്കാർ പാടിയിട്ടുണ്ടാവും എന്നുള്ളത് ചിലപ്പോൾ ഇന്ദിരാദേവിക്ക് മാത്രമേ അറിയുള്ളൂ. ആ അക്കയ്ക്ക് ഞാൻ സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെ വളരെ ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. ഹരി ഓം, നമസ്കാരം. ഹരി ഓം അണ്ണ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇത്രയും ഏതായാലും ലേറ്റായി, എന്നാ പിന്നെ ഇനിയും ഇന്ദിരാദേവി ഒക്കെയും 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചോളൂ. ഹരി ഓം. ഹരിയോം ഗോവണ്ണ. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ഞാൻ ആകെ വികാരാധീനയാണ്, ഞാൻ കരഞ്ഞുപോയി, എനിക്കൊന്നും ഇന്ന് പറയാനില്ല. ഹരിയോം. നന്ദി 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 മാത്രം. ഹരി ഓം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകൾ അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.